മന്ത്രിയാകാൻ ഒരുങ്ങുന്നു കെ.എ. തുളസി എന്ന 53-കാരിയായ രാഷ്ട്രീയ നേതാവ്. 2000-ൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ആയിരുന്നു. 2001-ൽ ചേലക്കരയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങി. 2004-ൽ ഒറ്റപ്പാലത്ത് നിന്ന് ലോക്സഭയിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങി. ഇപ്പോൾ ഇതാ മന്ത്രിയാവുന്നു. കെ.എ. തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കെ.എ. തുളസി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഈ മന്ത്രിസഭയിലേക്കുള്ള സർപ്രൈസ് എൻട്രി ആയിരുന്നു കെ.എ. തുളസിയുടേത്. 2000-ൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, 2001-ൽ ചേലക്കരയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 2004-ൽ ഒറ്റപ്പാലത്ത് നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 2012-ൽ വനിതാ കമ്മീഷൻ അംഗമായി. 2021-ൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി. ഏറ്റവും ഒടുവിൽ 2026-ൽ കോങ്ങാട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചു. ആ ജയം ഇതാ കെ.എ. തുളസി എന്ന 53-കാരിയെ മന്ത്രി പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. സർപ്രൈസ് എൻട്രി ആയിരുന്നു ഇത്തവണ ഈ കെ.എ. തുളസിയുടേത്. ഈ മന്ത്രിസഭയിലെ രണ്ടാമത്തെ വനിതാ പ്രാതിനിധ്യം ആണ് കെ.എ. തുളസിയുടേത്. ഇനി സത്യപ്രതിജ്ഞയിൽ ബാക്കിയുള്ളത് ഒ.ജെ. ജനീഷ് മാത്രമാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള MLA ആയിട്ടുള്ള ഒ.ജെ. ജനീഷിൻ്റെ സത്യപ്രതിജ്ഞയാണ് കെ.എ. തുളസിയുടെ ഈ പൂർത്തിയായ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇനി ബാക്കിയുള്ളത്. കെ.എ. തുളസി ഗവർണറിൽ നിന്ന് അധികാരത്തിൻ്റെ പൂച്ചെണ്ട് ഏറ്റുവാങ്ങുന്നു. I invite Sri O.J. Janish, Minister Designate, to take the oath of office and oath of secrecy. CPIയുടെ കോട്ട എന്നൊക്കെ കരുതപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് 2 തവണ അവിടെ ജയിച്ച ഇടതുപക്ഷ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിച്ചേർന്ന